48 ജനുവരി 29 രാത്രി ഗാന്ധി മനുവിനോട് പറയുന്ന ഒരു വാക്യം, ഞാൻ രോഗബാധിതനായിട്ടോ മറ്റോ ആണ് മരിക്കുന്നതെങ്കിൽ ഞാനൊരു കപട മഹാത്മാവായിരുന്നു എന്ന് നീ ലോകത്തോട് പറയണം. മറിച്ച് കഴിഞ്ഞ ആഴ്ചയിലെന്ന പോലെ ആരെങ്കിലും എനിക്കെതിരെ ബോംബെറിയുകയോ ആരെങ്കിലും എൻ്റെ മാറിന് നേരെ വെടിയുതിർക്കുകയോ ചെയ്യുകയും ചുണ്ടിലൊരു ഞരക്കം പോലും ഇല്ലാതെ രാമനാമങ്ങളോടെ ഞാനത് ഏറ്റുവാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഞാനൊരു യഥാർത്ഥ മഹാത്മാവായിരുന്നു എന്ന് നീ ലോകത്തോട് പറയണം. ഇത് 48 ജനുവരി 29 രാത്രി 9 മണിക്കാണ് കേട്ടോ. പിന്നീട് ഗാന്ധി 20 മണിക്കൂർ മാത്രമാണ് ജീവിച്ചത്. ഗാന്ധി മരണം പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം തൻ്റെ രക്തം കൊണ്ടല്ലാതെ പിളർന്നു പോയ ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തിലേക്ക് ഗാന്ധി ആ ഘട്ടത്തിൽ എത്തിച്ചേർന്നിരുന്നു. അങ്ങനെ ഹിന്ദുത്വത്തിനെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിൻ്റെ പൈതൃകം, ഒപ്പം തന്നെ പടിഞ്ഞാറൻ ആധുനികതയുടെ ഉപഭോഗഭ്രാന്തിനോട്, പരിസ്ഥിതി വിരുദ്ധതയോട്, ഹിംസാത്മകമായ വ്യക്തിത്വ സങ്കല്പത്തോട്, അതിൻ്റെ രാഷ്ട്രസ്വരൂപത്തോട് ഒക്കെ ഗാന്ധി ഉയർത്തിയ വിമർശനങ്ങൾ, ഈ പ്രതലങ്ങളിലെല്ലാം ഗാന്ധി നമ്മുടെ കാലത്തോട് സംവാദശേഷിയുള്ള ഒരാളാണ്. ഈ പ്രതലങ്ങളിലെല്ലാം ഗാന്ധി സമകാലികനാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ഭൂതകാല സ്മൃതിയല്ല, വർത്തമാനത്തിലെ പ്രവൃത്തിയാണ് ഗാന്ധി എന്ന് പറയാം. ഗുരുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് കൂടുതൽ പറയേണ്ടതുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഗുരുവിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ഞാൻ കരുതുന്നത് ഗുരുവിൻ്റെ ചിന്താപരമായ വ്യാപ്തി ഒരുപക്ഷെ ഗാന്ധിയുടെ ഇതിനേക്കാൾ വിപുലമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഗാന്ധി പടിപടിയായി പരിണമിച്ചാണ് അവിടേക്ക് എത്തുന്നതെങ്കിൽ ഒരുപക്ഷെ ഗുരുവിൻ്റെ ചിന്തയുടെ തുടക്കത്തിൽ തന്നെ ചില അടിസ്ഥാനപരമായ വിച്ഛേദങ്ങൾ കാണാം. ഒന്ന്, ഇപ്പം മതം എന്ന് പറയുന്നത് ചരിത്രപരമായി നിലവിൽ വരുന്ന ഒന്നാണ്. സ്ഥാപന സംവിധാനങ്ങളുണ്ട്, പൗരോഹിത്യമുണ്ട്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിശ്വാസ വ്യവസ്ഥകൾ ഒക്കെയുണ്ട്, ദൈവസങ്കല്പങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും മതം ഇതിനെല്ലാം അപ്പുറം മാനുഷികമായ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കെൽപ്പുള്ള ഒരു നൈതിക ശേഷിയാണ് എന്നത് ഗുരു ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗുരുവിൻ്റെ മത സാഹോദര്യ സങ്കല്പം എന്ന് പറയുന്നത് നാം ഔപചാരികമായി കരുതുന്നത് പോലെ വിഭിന്ന മതങ്ങൾക്കിടയിലുള്ള ഒത്തുതീർപ്പ് എന്ന നിലയിലല്ല, വിഭിന്ന മതങ്ങൾക്കിടയിൽ ഒരു അന്യോന്യം സഹിഷ്ണുത എന്ന നിലയിലല്ല, മറിച്ച് ഒരു മതം മറ്റൊരു മതവുമായി സംവാദപരമായ ചേർച്ചയിലെത്തുന്ന ഇടമുണ്ട് എന്ന് മതത്തെ ഭവപരമായി തന്നെ പുനർനിർവചിക്കുന്നുണ്ട് ഗുരു എന്ന് പറയാം. അതായത് മതമെന്ന് പറയുന്നതിനകത്ത് അതിൻ്റെ ഒരറ്റം ദൈവശാസ്ത്രപരമാണെങ്കിൽ മറ്റേ അറ്റം അതിൻ്റെ ആചാരലോകങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനിടയിൽ സ്ഥാപന സംവിധാനങ്ങളുണ്ട്, പൗരോഹിത്യമുണ്ട്, ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളൊന്നുമല്ല ഗുരു, ഈ ഘടകങ്ങളിലൊന്നുമല്ല ഗുരു മതത്തെ കണ്ടത്. ഗുരു മതത്തെ കണ്ടത് ഈ ഘടകങ്ങൾക്കെല്ലാം അപ്പുറം നിൽക്കാൻ കഴിയുന്ന, ഒരുപക്ഷെ മതത്തെ ഇൻക്ലൂസീവാക്കി മാറ്റുന്ന ഒരേയൊരു ഘടകമെന്ന് പറയാവുന്ന അതിൻ്റെ എത്തിക്കൽ കോറിലേക്കാണ്, അതിൻ്റെ നൈതികമായ മൂല്യവ്യവസ്ഥയിലേക്കാണ്. അതാണ് ഗുരു സി വി കുഞ്ഞിരാമനുമായിട്ടുള്ള സംഭാഷണത്തിൽ പറഞ്ഞത്. ക്രിസ്തുമതം സ്നേഹമാണെന്ന് കരുതുന്നു, ഇസ്ലാം സാഹോദര്യമാണെന്ന് കരുതുന്നു. സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ സാധ്യമല്ലെന്നിരിക്കെ മതഭേദങ്ങൾക്ക് എന്താണർത്ഥം? അതുകൊണ്ട് മതങ്ങൾ വേറെ വേറെ ഉണ്ടെന്നല്ല ഗുരു പറയുന്നത്, മതങ്ങൾ വേറെ വേറെ ഇല്ല. എവിടെ? മതത്തിൻ്റെ നൈതിക അടിസ്ഥാനത്തിൽ. മതം ആചാരമാണെങ്കിൽ, പൗരോഹിത്യമാണെങ്കിൽ, മറ്റേത് ഘടകമാണെങ്കിലും മതം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവും. ഒരു മതം മറ്റൊരു മതമായിട്ട് ചേരില്ല. പക്ഷേ മതം കാതലിലേക്ക് വന്നാൽ അതൊറ്റ മതമായി തീരും.